ഹായ്. അപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് 10ന്റെ 4ാമത്തെ പാഠമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്റെ 2ാമത്തെ വീഡിയോ ആണ്. ഇന്നലെ നമ്മൾ കുറച്ച് അടിസ്ഥാനമായ കുറെ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അപ്പൊ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട മെയിൻ കുറെ കാര്യങ്ങളാണ് അതിനെ തന്നിരിക്കുന്നത്. എനിക്കറിയാം അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം. ഇന്ന് മുതൽ നമ്മൾ കണക്കുകൾ ചെയ്തു തുടങ്ങുകയാണ്. അപ്പൊ കണക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇനി ഈ പാഠത്തിലെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന് ഉത്തരം കിട്ടിയിരിക്കും. ശരി, ഒരു ചോദ്യം കണ്ടു, അത് ഈ പാഠത്തിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സ്റ്റെപ്പ് 1, ആദ്യം ചെയ്യേണ്ട കാര്യം അതിനെ രണ്ടാകൃതി സമവാക്യം ആക്കി മാറ്റുക. ആ ചോദ്യത്തിനെ രണ്ടാകൃതി സമവാക്യം ആക്കി മാറ്റുക. ആ ക്വസ്റ്റിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റുക. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? രണ്ടാകൃതി സമവാക്യത്തിന്റെ ആ രൂപം എങ്ങനെയാണ്? ax² + bx + c = 0. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമാറ്റ്. അപ്പോ ഈ പാഠത്തിൽ നിന്ന് ഒരു ചോദ്യമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് മാറ്റണം. ഇതാണ് സ്റ്റെപ്പ് 1. ഇതാണ് സ്റ്റെപ്പ് 1. എന്ത് ചെയ്യണം? ആ ചോദ്യത്തിനെ നമ്മൾ ഉറപ്പായിട്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അത് സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2. എ എത്രയാണ്, ബി എത്രയാണ്, സി എത്രയാണ്? സ്റ്റെപ്പ് 2. അപ്പോ ഈ പാഠത്തിന് ഒരു ചോദ്യമാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു ഇക്വേഷനിലേക്ക് ആ ചോദ്യത്തിനെ മാറ്റണം. അതിനുശേഷം എ എത്രയാണ്, ബി എത്രയാണ്, സി എത്രയാണ് എന്ന് എഴുതണം. അത് സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3 വരുമ്പോൾ സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യേണ്ടത് b² - 4ac b² - 4ac എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം കേട്ടോ. സ്റ്റെപ്പ് 1 നമ്മൾ ഈ ക്വസ്റ്റിലേക്ക് മാറ്റണം. സ്റ്റെപ്പ് 2 എ എത്രയാണ്, ബി എത്രയാണ്, സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 3 b² - 4ac എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പ് 4. ശരി, സ്റ്റെപ്പ് 4 ഈ ഇക്വേഷൻ വെച്ചിട്ട് ആ കണക്ക് ചെയ്യണം. -b ± b² - 4ac/2a. ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഒന്നുകൂടി പറയുന്നു, രണ്ടാമത്തെ സമവാക്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന പാഠത്തിൽ നിന്ന് ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിനകത്ത് 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ചെയ്യണം. ഒന്നാമത്തെ കാര്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ ആ ചോദ്യത്തിനെ മാറ്റണം. ax² + bx + c = 0 എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ആ ക്വസ്റ്റിനെ മാറ്റണം. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് എ എത്രയാണ്, ബി എത്രയാണ്, സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് b² - 4ac എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നാലാമത്തെ സ്റ്റെപ്പിനകത്ത് -b ± b² - 4ac/2a ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക. അപ്പൊ ഈ സ്റ്റെപ്പ് ഇത് കറക്റ്റ് ആയിട്ട് ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ എഴുതി വെക്കണം. ഒരു പേപ്പർ എടുത്തിട്ട് ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ എഴുതി വെക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, രണ്ടാമത്തെ കാര്യം ഇതാണ്, മൂന്നാമത്തെ കാര്യം ഇതാണ്, നാലാമത്തെ കാര്യം ഇതാണ് എന്ന് പറഞ്ഞ് ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഓരോ കണക്ക് ചെയ്യുമ്പോഴും ഈ പേപ്പർ എടുത്ത് അടുത്ത് വെക്കുക. ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയാനായിട്ട് ഈ പേപ്പർ എടുത്ത് അടുത്ത് വെക്കുക. അപ്പൊ ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോർമാറ്റാണ് ചെയ്യുന്നത്. ആദ്യം ഈ ഇക്വേഷനിലേക്ക് മാറ്റും. രണ്ടാമത് എ എത്ര, ബി എത്ര, സി എത്ര കണ്ടുപിടിക്കും. മൂന്നാമത്തെ b² - 4ac കണ്ടുപിടിക്കും. ഡിസ്ക്രിമിനേഷൻ വിവേചനം കണ്ടുപിടിക്കും. അടുത്തതിനകത്ത് പരിഹാരം സൊല്യൂഷൻ കണ്ടുപിടിക്കും. -b ± b² - 4ac/2a. ഈ ബൈ ഇടുമ്പോൾ മൊത്തം ഇടണം. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇടണം. ചില പിള്ളേർ ഇവിടെ തൊട്ട് ഇവിടെ വരെ മാത്രം ഇടുന്ന കാണാം, പക്ഷെ അങ്ങനെയല്ല, മൊത്തം ഇടണം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പാഠത്തിലെ കണക്ട് ചെയ്യേണ്ടത്. മനസ്സിലായി? ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കും. അപ്പൊ നമുക്ക് ഈ പാഠത്തിലെ ഒന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യം ഇതാണ്: ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 5/2 ആകുമോ? ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 5/2 ആകുമോ എന്നാണ് ചോദ്യം. ഇംഗ്ലീഷിലെ ഒരു നമ്പറിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും സമ്മ്, ഒരു നമ്പറിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും സമ്മ് 5/2 ആകുമോ എന്നാണ് ചോദ്യം, അല്ലെ?
ചോദ്യം നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും തുക 5/2 ആകുമ്പോൾ സമ്മ 5/2 ആകുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഒരു സംഖ്യയുടെ അതിന്റെ വ്യുൽക്രമം അല്ലെ. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ് എഴുതണ്ടേ? ഒരു സംഖ്യ അതേതായിരിക്കും? എക്സ് ആയിരിക്കും. ഒരു സംഖ്യ എന്ന് പറഞ്ഞാല് അത് എക്സ് ആയിരിക്കും. അതിന്റെ വ്യുൽക്രമം അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നല്ലേ? അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല് 1/x അല്ലെ. ഒരു സംഖ്യ അതിന്റെ വ്യുൽക്രമം അതിന്റെ റെസിപ്രോക്കൽ മേലൊന്നിട്ടാ മതി കേട്ടോ. അപ്പൊ ഒരു സംഖ്യയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക സം എന്ന് പറഞ്ഞാല് പ്ലസ് എത്ര ആകുമോ എന്ന് ചോദിച്ചേക്കുന്നത് 5/2 ആകുമോ 5/2 ആകുമോ എന്നാണ് ചോദ്യം. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 5/2 ആകുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം 5/2 ആകുമോ. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം സ്റ്റെപ്പ് 1. ഏതാണ് സ്റ്റെപ്പ് 1? നമ്മളെ സെക്കൻഡ് ഡിഗ്രി ഈക്വേഷനിലേക്ക് നമ്മൾ ചോദിച്ചാൽ മാറ്റണം. സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ ax² + bx + c = 0 ആ ഒരു ഈക്വേഷനിലേക്ക് മാറ്റേണ്ടതിനെ നോക്കാം നമുക്ക് എങ്ങനെ മാറ്റുന്നത്. ഞാൻ അതിനായിട്ട് ഇതിനടിയിൽ ഒരു 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. x × x x², x × x x² പ്ലസ് 1 × 1 1 ബൈ x × 1 x x² പ്ലസ് 1/x = 5/2 എന്നായി. ഇനി ഈ അടി കിടക്കുന്ന എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അടി കിടക്കുന്ന 2നെ ഈ സീക്വലിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നോക്കാം. x² + 1 × 2 2ന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഇവിടെ ഹരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ഗുണിക്കുന്നത്. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോ 2 × x² + 1 = 5 × x അങ്ങനെ മാറും. ഇനി നോക്കാം. 2 × x² 2x² plus 2 × 1 2 = 5 × x 5x. ഇനി ഈ 5x-നെ ഈ സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും? 2x² ഇവിടെ പ്ലസ് 5x ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോ -5x plus 2 = 0. 2x² - 5x plus 2 = 0. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ട് വെച്ചു. ഇപ്പൊ നോക്കിയേ, ഇത് മറ്റേ ഈക്വേഷനിലേക്ക് മാറിയില്ലേ? ഈ ഒരു കാര്യം മറ്റേ ഈക്വേഷനിലേക്ക് മാറിയില്ലേ? ax² plus bx plus c = 0. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഫോർമാറ്റിലേക്ക് മാറിയില്ലേ ഈ ഒരു ഈക്വേഷൻ? ഇപ്പൊ നോക്കിയേ, ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഈക്വേഷനിലേക്ക് മാറിയില്ലേ അല്ലെ? 2x² - 5x plus 2 = 0. ഇതിനർത്ഥം എന്താ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെ. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. നമ്മൾ സ്റ്റെപ്പ് 1ലേക്ക് മാറ്റി. സ്റ്റെപ്പ് ഇങ്ങനെ പരീക്ഷയ്ക്ക് എഴുതണ്ട, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതുന്നുള്ളൂ. സ്റ്റെപ്പ് 1ലേക്ക് നമ്മൾ ആ ഒരു ചോദ്യത്തിനെ മാറ്റിയിട്ടുണ്ട് അല്ലെ. ax² plus bx plus c = 0 മാറ്റി. സ്റ്റെപ്പ് 2ൽ എന്താ പറയുന്നത്? a എത്ര, b എത്ര, c എത്ര കണ്ടുപിടിക്കും അല്ലെ. ഇവിടെ a എത്രയാ? x² അടുത്ത് കിടക്കുന്ന ആളാണ് a. x² അടുത്ത് കിടക്കുന്ന ആളാണ് a. അപ്പൊ a = 2. b എത്ര? x-ന്റെ അടുത്ത് കിടക്കുന്ന ആളാണ് b. x-ന്റെ അടുത്ത് കിടക്കുന്ന ആളാണ് b. അപ്പൊ 5. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് -5 എന്നാക്കണം. ഇനി സിയുടെ സ്ഥാനത്ത് ആരാക്കുന്നത്? 2. അപ്പൊ c = 2. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 കഴിഞ്ഞു അല്ലെ. a = 2, b = -5, c = 2. അപ്പൊ അങ്ങനെ വരും. ഇനി സ്റ്റെപ്പ് 3ക്ക് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 3ക്ക് നമ്മള് b² - 4ac ചെയ്യണം അല്ലെ. b² - 4ac ചെയ്യണം സ്റ്റെപ്പ് 3ക്ക്. അപ്പൊ പറഞ്ഞു b². b എന്ന് പറഞ്ഞ ഇവിടെ ആരാ? -5. അപ്പൊ -5² - 4 ഇൻറ്റു a എത്രയാ? 2 ഇൻറ്റു c എത്രയാ? 2 അല്ലെ. ax² അല്ലെ. -b² എന്ന് പറഞ്ഞാല് -5² പ്ലസ് 4 × 2 × 2. ഇനി -5² എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 × 5 25. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ 5² എന്ന് പറഞ്ഞാല് 25 മൈനസ് 4 × 2 8 8 × 16 25 - 16 എത്ര വരും? 9 വരും. 25 - 16 9 വരും. അപ്പൊ b² - 4ac 9 വന്നു. അപ്പൊ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ എന്തായിരിക്കും? -b plus or minus root of b² - 4ac/2a അല്ലെ. ഇതാണ് സ്റ്റെപ്പ് 4.
സ്റ്റെപ്പ് ഒന്നിനകത്ത് നമ്മള് ചോദ്യത്തിനെ ഈ രണ്ടാം സമവാക്യമാക്കി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി. സ്റ്റെപ്പ് 2 എത്ര ബി എത്ര സി എത്ര കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 3 ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 4 ഇങ്ങനെ വരും അല്ലെ. ഇനി മൈനസ് ബി, ബി എത്രയാ, ബി -5 ആണ് അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ മൈനസ് അതേപടി ഇട്ടു കേട്ടോ, ഇക്വേഷനുള്ള മൈനസ് അതേപടി ഇട്ടു. ഇനി -5ന്റെ മൈനസ് അതും അങ്ങനെ തന്നെ ഇട്ടു. അവിടെ 2 മൈനസ് വന്നിട്ടുണ്ടേ. 2 മൈനസ് പറയുന്നത് ഒന്ന് ഇക്വേഷന്റെ മൈനസും ആണ്, രണ്ടാമത്തെ മൈനസ് 5ന്റെ മൈനസ് ആണ്. അപ്പൊ അങ്ങനെ വന്നു. ഇക്വേഷനകത്തുള്ള പോലെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac 9 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എത്ര എഴുതണം അവിടെ, 9 ബൈ 2a. 2a എന്ന് പറഞ്ഞാൽ 2 into a. അപ്പോ 2 വരും, എയുടെ സ്ഥാനത്ത് 2 വരും. മനസ്സിലായോ? ശരി. ഇനി 2 മൈനസ് വന്നിട്ടുണ്ട് അവിടെ അല്ലെ. 5ന്റെ മുമ്പ് 2 മൈനസ് വന്നിട്ട് 2 മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആണ്. അപ്പോ 5 എഴുതിയത് 2 മൈനസ് കൊണ്ട് പ്ലസ്. ഇനി പ്ലസ് ഓർ മൈനസ് അത് അതേപടി ഇട്ടു. റൂട്ട് 9, 9ന്റെ റൂട്ട് എത്രയാ, 3. അപ്പോ 3 എഴുതി ബൈ 2 into 4 അങ്ങനെ എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 ചിഹ്നമുണ്ട്. അപ്പൊ നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. ഒരെണ്ണം 5 + 3 ബൈ 4, ഒരെണ്ണം 5 - 3 ബൈ 4. അങ്ങനെ രണ്ടാക്കി എഴുതാം. പ്ലസും മൈനസും ഉള്ളതുകൊണ്ട് പ്ലസ് എടുത്ത് വിട്ടു, മൈനസ് എടുത്ത് വിട്ടാൽ രണ്ടായിട്ട് ചെയ്യും. 5 + 3 8, 8 ബൈ 4. ഇത് 5 - 3 2, 2 ബൈ 4. 8 ബൈ 4 എത്ര വരും, 2. 2 ബൈ 4 എത്ര വരും, 1 ബൈ 2 അല്ലെ. ഇത് നോക്കി നമുക്ക് കിട്ടിയ ഉത്തരം ഇതല്ലേ, 2ഉം 1 ബൈ 2ഉം. നോക്കിക്കേ, 2 അതിന്റെ വ്യൂൽക്രമം, അതിന്റെ റെസിപ്രോക്കൽ 1 ബൈ 2 അല്ലെ. ഇതാണ് ആ 2 സംഖ്യകൾ. ഈ 2 സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 5 ബൈ 2 കിട്ടുന്നത് അല്ലെ. 2ഉം 1 ബൈ 2 കൂട്ടുമ്പോഴത്തേക്കാണ് 5 ബൈ 2 കിട്ടുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. 2 1/2. രണ്ടുമാണ് ഇതിന്റെ ഉത്തരം. ഏതൊക്കെയാണ്, 2 1/2. ഇത് രണ്ടുമാണ് അതിന്റെ ഉത്തരം. അപ്പോ ചോദ്യമായിരുന്നു, ഒരു സംഖ്യയും അതിന്റെ വ്യൂൽക്രമണം കൂട്ടിയാൽ 5 ബൈ 2 കിട്ടുമെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു. ഏതൊക്കെയാണ് സംഖ്യകൾ, 2ഉം 1 ബൈ 2ഉമാണ് അതിന്റെ സംഖ്യകളായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്താണ്, നമ്മൾ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് ചോദിച്ച മാറ്റുക. സ്റ്റെപ്പ് 2 എന്ത് ചെയ്യണം, എ എത്ര ബി എത്ര സി എത്ര കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 3 എന്ത് ചെയ്യണം, ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 4 ഈ ഇക്വേഷൻ ചെയ്യണം, -b + - b സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്യണം. 2 ഉത്തരം കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? സിമ്പിൾ ആണ്. നിങ്ങൾ ഈ കണക്ക് ഒന്നുകൂടി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പൊ ഇത് പുസ്തകത്തിനകത്ത് 4 സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി, നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എന്ന് എഴുതാൻ പോകണ്ട. നിങ്ങൾ ഓർഡർ ചെയ്ത് വിട്ടാൽ മതി. നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 4ാമത്തെ പാഠം 4 സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. 1ാം സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇത് കണ്ടുപിടിക്കുക. 2ാം സ്റ്റെപ്പിൽ ABC കണ്ടുപിടിക്കുക. 3ാം സ്റ്റെപ്പിൽ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. 4ാം സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്ത സൊല്യൂഷൻ ചെയ്യാൻ കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇനി നമ്മള് 2ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മുമ്പത്തെ ചോദ്യം പോലെ തന്നെ ഒരു സംഖ്യയും അതിന്റെ വ്യൂൽക്രമം തമ്മിലുള്ള വ്യത്യാസം 3 ബൈ 2 ആകുമോ? ഒരു നമ്പറും അതിന്റെ റെസിപ്രോക്കലും തമ്മിലുള്ള ഡിഫറൻസ് 3/2 ആകുമോ എന്നാണ് ചോദ്യം. ഒരു സംഖ്യയും അതിന്റെ വ്യൂൽക്രമം തമ്മിലുള്ള വ്യത്യാസം 3 ബൈ 2 ആകും. മുമ്പ് നമ്മൾ തുകയാണ് ചോദിച്ചത്. മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. ഒരു സംഖ്യ, ഏതാണ് സംഖ്യ, x. ഒരു സംഖ്യയും അതിന്റെ വ്യൂൽക്രമം, അതിന്റെ റെസിപ്രോക്കൽ എങ്ങനെ വരും, 1/x. അത് തമ്മിലുള്ള വ്യത്യാസം, അപ്പോ മൈനസ് ഇട്ട് ഇവിടെ. എത്രയോ 3 ബൈ 2 ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ബൈ 2 ആണെങ്കിൽ ഈ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സംഖ്യയും അതിന്റെ വ്യൂൽക്രമം തമ്മിലുള്ള വ്യത്യാസം 3 ബൈ 2 ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ശരി, ഇത് നമ്മൾ മുമ്പത്തെ പോലെ അടിയിൽ 1 ഇട്ടു. x into x, x square minus 1 into 1, 1 by x into 1, x is equal to 3/2. നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 1ലേക്ക് കൊണ്ടുപോകണം അല്ലെ. ഏതാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റണം. അതിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരി, അപ്പൊ താഴെ കിടക്കുന്ന എക്സിന് അപ്പുറത്ത് കൊണ്ടുപോയാൽ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും, 2 into x square minus 1 is equal to 3 into x. 2 into x square 2x square minus 2 into 1 2 is equal to 3 into x 3x. കണ്ടോ? ഇനി 3x ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ വരും 2x square minus 2 3x ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -3x is equal to 0.
അല്ലെ? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എക്സ് സ്ക്വയർ കഴിഞ്ഞാൽ എക്സ് ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരും 2x² മൈനസ് 3x മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഒന്ന് വൃത്തിയായിട്ട് എഴുതി. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 1 ഇവിടെ കഴിഞ്ഞു കേട്ടോ. സ്റ്റെപ്പ് 1 ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 നമ്മൾ സ്റ്റെപ്പ് 1 അല്ലേ? അപ്പൊ സ്റ്റെപ്പ് 1 നമ്മുടെ കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്താ വേണ്ടേ? a എത്ര, b എത്ര, c എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ? a എത്ര 2, b എത്ര -3, c എത്ര -2 അല്ലെ? സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ത് ചെയ്യണം? b² മൈനസ് 4ac കണ്ടുപിടിക്കണം. b² എന്ന് പറയുമ്പോൾ -3² മൈനസ് 4 ഇൻറ്റു a എന്ന് പറയുമ്പോൾ 2, c എന്ന് പറയുമ്പോൾ -2. 3² -3² 9 മൈനസ് 4 ഇൻറ്റു 16 അല്ല 4 ഇൻറ്റു 8 ഇൻറ്റു 16 2 മൈനസ് ഉണ്ട്. അപ്പൊ പ്ലസ് 16 അല്ലെ? 16 9 കൂടെ കൂട്ടിയാൽ 25 വരും. അപ്പൊ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. സ്റ്റെപ്പ് 3 കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a അങ്ങനെ വരും. -b എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ ഇക്വേഷന്റെ മൈനസ് ആദ്യം ഇടുക, അതിനുശേഷം മൈനസിന്റെ മൈനസ് ഇടുക. അപ്പൊ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac. b² മൈനസ് 4ac എത്ര കിട്ടി? 25 കിട്ടി. അപ്പൊ 25 ബൈ 2a 2 ഇൻറ്റു 2 a 2 ആയതുകൊണ്ടാണ് 2 2. ഇനി മൈനസ് മൈനസ് പ്ലസ് ആയി പ്ലസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 5 ബൈ 2 2 4. ഇനി 2 ചിഹ്നമുള്ളതുകൊണ്ട് 2 ആയിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് 3 പ്ലസ് 5 ബൈ 4 3 മൈനസ് 5 ബൈ 4. ഇനി 3 പ്ലസ് 5 5 3 8 8 ബൈ 4. അവിടെ 3 നിന്ന് 5 കുറച്ചാൽ കിട്ടും -2 ബൈ 4. 8 ബൈ 4 എത്ര വരും? 8 ബൈ 4 8 4 കഴിച്ചാല് 2 -2 ബൈ 4 -1 ബൈ 2 എന്ന് വരും അല്ലെ? രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? 2 -1 ബൈ 2. ഈ -1 ഒരു വ്യത്യാസം ചോദിച്ചേക്കുന്നുണ്ടാട്ടോ ഇവിടെ -1. അപ്പൊ രണ്ട് സംഖ്യകൾ ഇതൊക്കെയാണ്. ഏതൊക്കെ രണ്ട് സംഖ്യകൾ? 2 1 ബൈ 2. ഇതാണ് രണ്ട് സംഖ്യ. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 3 ബൈ 2 ആണ്. രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 1 ബൈ 2. വീണ്ടും പറയുന്നു, 4ാം പാഠത്തിലെ കണക്കാണ്. 4 സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. 1ാമത്തെ സ്റ്റെപ്പില് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കുക. 2ാമത്തെ സ്റ്റെപ്പിൽ ABC കണ്ടുപിടിക്കുക. 3ാമത്തെ സ്റ്റെപ്പില് b² മൈനസ് 4ac കണ്ടുപിടിക്കുക. 4ാമത്തെ സ്റ്റെപ്പിൽ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a ചെയ്യും. അപ്പൊ ഇതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ രണ്ട് കണക്ക്. വ്യുൽക്രമത്തിന്റെ ഭാഗമായിട്ട്, റെസിപ്രോക്കലിന്റെ ഭാഗമായിട്ട് SSLC ചോദിച്ച രണ്ട് കണക്കുകളാണ് ഇനി ചെയ്തേക്കുന്നത്. ഈ രണ്ട് കണക്കുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. രണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് തന്നെ പേപ്പറിന്ന് മറിച്ചിട്ട്, നമ്മൾ സാധാരണ ട്യൂഷൻ ക്ലാസ്സിൽ ചെയ്യുന്നവരെ പേപ്പറിന്ന് മറിച്ചിട്ട് കാണാതെ ഒന്നുകൂടി ചെയ്ത് നോക്കുക. അപ്പൊ ഈ രണ്ട് കണക്കുകളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നലെ പഠിച്ച കാര്യങ്ങൾ നോക്കി വെക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുക. ഇനി കണക്കുകൾ പുറകെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യുക. ഒരു കണക്കിനെ 2 3 തവണ ചെയ്ത് നോക്കുക. വായിച്ചു പഠിക്കരുത്, കണക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു കണക്ക് ഈ ഒരു പാഠത്തിൽ നിങ്ങൾ ദയവായിട്ട് ചെയ്ത് നോക്കുക. സംശയത്തിനുണ്ടെ എന്നെ വിളിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. ഒരു 50% എനിക്ക് തരാൻ പറ്റുന്നത്. ബാക്കി ഒരു 50% നിങ്ങൾ തന്നെ പഠിച്ചെടുക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഈ കണക്കുകൾ ചെയ്ത് നോക്കുക. ശരി.